ഇവിടെയാണ് നമ്മൾ പെപ്പർ കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതാ ഈ ഒരു ലാൻഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മൾ പെപ്പർ കൃഷി ചെയ്തതാണ്. ഇവിടെ ഉദ്ദേശം ഒരു 500ഓളം തൈകളാണ് നമ്മളിവിടെ നട്ടിട്ടുള്ളത്. ഇത് PVC പൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കാണുന്ന പോലെ 4.5 മീറ്ററുള്ള PVC പൈപ്പാണത്. ഇതിപ്പോൾ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയിട്ടുണ്ട്. 1 ഇയർ ഗ്രോത്തുള്ള പ്ലാന്റാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിന് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയായിരുന്നു ഈ ഒരു കവുങ്ങ് നട്ടത്. പക്ഷേ കവുങ്ങ് നമ്മൾ ഉദ്ദേശിച്ച അത്ര പെട്ടെന്ന് വളരാത്തതുകൊണ്ട് മുകളിൽ നമ്മൾ ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെപ്പർ കൃഷിക്ക് വേണ്ടത് നല്ല ഷെയ്ഡ് ആവശ്യമില്ല, എന്നാൽ നല്ല വെയിലും പറ്റില്ല. സോ ഒരു മീഡിയം ലെവലിലുള്ള ഒരു ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നല്ല വെയിലുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ കുറച്ച് ഷെയ്ഡെല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ പെപ്പറും ഓരോ PVC പൈപ്പിലാണ്, 4.5 മീറ്റർ ഹൈറ്റുള്ള PVC പൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വെള്ളം ചെയ്യുന്നതല്ല, ഇറിഗേഷന് വേണ്ടി നമ്മൾ താഴെ ഒരു ഇറിഗേഷൻ്റെ ഒരു പൈപ്പ് ലൈൻ നടത്തിയിട്ടുണ്ട്. ഇതിൽ ഓരോ സോണും ഓപ്പൺ ചെയ്യുമ്പോൾ, ഓരോ വാൾവും ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ സോണിലേക്ക് വെള്ളം ഓട്ടോമാറ്റിക്കലി എത്തും. ആ രീതിയിലാണിത് ക്രമീകരിച്ചിട്ടുള്ളത്. ചില തൈകളൊക്കെ നമ്മൾ നട്ടതിന് ശേഷം പോയി വീണ്ടും ഒന്നുകൂടെ നട്ടുകൊണ്ടാണ് ചെറിയ തൈകളൊക്കെ ചെറുതായിട്ട് കാണുന്നത്. ഒട്ടുമിക്ക തൈകളും നല്ല രീതിയിലുള്ള ഗ്രോത്ത് ആയിട്ടുണ്ട്. ഇതിൽ പലതിലും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പൂ ഇപ്പം തന്നെ വേണ്ടാന്നുള്ള രീതിയിൽ അത് നുള്ളിക്കളഞ്ഞതുകൊണ്ടാണ് പൂക്കളൊന്നും കാണാത്തത്. ഇതിന് ഇനിഷ്യൽ ഒരു കോസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്ന ഒരു കൃഷി രീതിയാണിത്, പെപ്പർ കൃഷി. പിന്നെ നമ്മൾ താഴെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്, പുല്ലുകളും മറ്റൊന്നും വളരാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഇതിൻ്റെ താഴെയുള്ള പുല്ലുകളൊക്കെ പറിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇത്തരത്തിലുള്ള പായകൾ വിരിച്ചത്. നമ്മൾ 500 തൈകളാണ് ഇവിടെ നട്ടിട്ടുള്ളത്. ഓരോ PVC പൈപ്പിലും 2 തൈകളെന്നോണം 500 തൈകൾ. ഇതൊരു തരിശുഭൂമിയായി കിടന്ന ഒരു സ്ഥലമായിരുന്നത്. ഇത് ഒരു 1 ഇയർ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ രീതിയിൽ ഇന്നത് കാണാൻ പറ്റുന്നത്. 1 ഇയറോളം നമ്മളെ ഫാദർ ഇതിന് പിന്നാലെ നടന്ന് നോക്കിയത് കൊണ്ടാണ് ഇത് ഈ രീതിയിൽ ഇപ്പോഴുള്ള രീതിയിൽ കാണുന്നത്. മുന്നേ ഇവിടെ കാര്യമായിട്ടുള്ള കൃഷിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈയിടെ ആയിട്ടാണ്, ലാസ്റ്റ് 1 ഇയറിൻ്റെ ഇടയിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ഫാദറിന് ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഇത് നടന്നു പോകുന്നുണ്ട്. ഈ രീതിയിലാക്കിയെടുക്കാൻ വേണ്ടി അദ്ദേഹമാണ് കൂടുതലും ഇതിൻ്റെ പിന്നാലെ നടന്ന് ഇത് ഈ രീതിയിലാക്കിയെടുത്തത്. ഇപ്പം നമുക്ക് ഇടയ്ക്ക് കവുങ്ങ് വെച്ചതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ കവുങ്ങിൽ നിന്നുള്ള വരുമാനവും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കവുങ്ങ് ആക്ച്വലി വെച്ചത് പെപ്പറിന് വേണ്ടി, ഒരു ഷെയ്ഡിന് വേണ്ടി വെച്ചതായിരുന്നു. ഓരോ കാലം തമ്മിൽ 8 അടി ആണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത്. 8 അടി കാലുകളും അതിൻ്റെ ഇടയ്ക്ക് ഒരു കവുങ്ങ് തൈയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതുപോലൊക്കെ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ഇനീഷ്യൽ കോസ്റ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതിലേക്കൊന്നും മുതിരാറില്ല. പക്ഷേ വൺസ് അത് ഇൻവെസ്റ്റ് ചെയ്താൽ പിന്നെ വലിയ മെയിൻ്റനൻസ് ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ് പെപ്പർ. ഇപ്പോൾ നമ്മൾ ഒറ്റത്തവണയേ ഇതിനൊക്കെ വളമിട്ടിട്ടുള്ളൂ. ഇയർലി വൺസ് വളമിട്ടാൽ മതിയാവുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ രീതിയിൽ നമ്മൾ പായകൾ നിലത്ത് വിരിച്ചാൽ നമുക്ക് എല്ലാ സമയത്തും പുല്ല് പറിക്കുന്ന ആ ഒരു ജോലി ഒഴിഞ്ഞു കിട്ടും.
പിന്നെ അതുപോലെ ഇവിടെ നല്ലവണ്ണം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് അത്രയും സൺലൈറ്റ് ഇതിന് ആവശ്യമില്ല. മീൻസ് ഇത് ചിലപ്പോൾ വാടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സമ്മർ വരുന്നതിന് മുന്നേ മുകളിലെല്ലാം ഷെയ്ഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലാത്ത നല്ല ഗ്രോത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെയാണത്. ഇത് ഓരോ സമയം വളർന്നു വരുമ്പോഴും നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തുകൊണ്ടാണ് ഇത് ഇപ്പോഴും ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. ഇത് ആക്ച്വലി 1 ഇയറിൻ്റെ ഉള്ളിൽ ഈ പൈപ്പിൻ്റെ 4.5 മീറ്റർ ഹൈറ്റിലെത്തേണ്ട സാധനമാണ്. നമ്മളധികം വളർച്ച കൊടുക്കാതെ പ്ലാന്റിൻ്റെ ഹെൽത്തിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് കയറുന്നതിനനുസരിച്ച് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ ഇതെത്തിയത്. അപ്പോൾ പല ഇതിലും കായ്ച്ചു വന്നിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഹെൽത്തിയർ അല്ലാത്ത പ്ലാന്റിൽ കായ് വന്നാൽ പിന്നെ ഫ്യൂച്ചറിൽ അത് എഫക്റ്റ് ആവും. ഇതൊരു 20 ഇയർ പ്ലാനാണിത്. അപ്പോൾ 20 ഇയർ വരെ നമുക്ക് ഈ പ്ലാന്റിന് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുള്ള പ്ലാന്റുകൾ, മദർ പ്ലാന്റുകൾ എല്ലാം നല്ല ഹെൽത്തിയർ ആയിരിക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇതിനെ പരിപാലിക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ചെറുതായിട്ട് ഒരു കായ വന്നതാണ്. അല്ല, നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട് ആക്ച്വലി. ഈ ഒരു ജൂൺ ജൂലൈ മഴ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്ന പൂക്കളൊന്നും നുള്ളിക്കളയാതെ തന്നെ കീപ്പ് ചെയ്യാനാണ് നമ്മളെ പ്ലാന്. നോക്കി നടത്താനൊക്കെ ആൾ ഉള്ളവർക്കെല്ലാം ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഡെയിലി വന്നിട്ട് പുല്ല് പറിക്കലും മറ്റുള്ള പരിപാലനങ്ങളൊക്കെ ആവശ്യമുണ്ട് ഇതിന്. സോ നമുക്ക് ഫാദറാണ് എല്ലാ A to Z കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. അതുപോലെ ഡെയിലി നനച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഇറിഗേഷൻ ചെയ്താൽ നമുക്ക് വാൾവ് തുറന്നിട്ടാൽ ഓട്ടോമാറ്റിക്കലി വെള്ളം എത്താവുന്ന രീതിയിൽ ക്രമീകരിച്ചാൽ പിന്നെ ആ ഒരു ഹെഡേക്കും നമുക്ക് കുറഞ്ഞു കിട്ടും. അതെല്ലാമാണ് ഇനിഷ്യൽ സെറ്റപ്പായിട്ട് ചെയ്യേണ്ടത്. പിന്നെ വളങ്ങൾ വൺസ് ഇൻ എ ഇയർ വല്ല ചിലവില്ലാത്ത ചാണകപ്പൊടിയും പിന്നെ എല്ല് പൗഡർ അതുപോലെയുള്ള ഒരു മിക്സറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൃഷിയോട് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഒരു 20 ഇയർ പ്ലാനാണിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ PVC പൈപ്പിൽ തന്നെ ഇത് കയറ്റിയിട്ടുള്ളത്, ലോങ് ടൈം പ്ലാനിന് വേണ്ടി. ഇത് ഓട്ടോമാറ്റിക്കലി PVC പൈപ്പിൽ ഇത് നല്ല ഗ്രിപ്പായിട്ട് ഓട്ടോമാറ്റിക്കലി ഈ തൈ തന്നെ ഇതിൽ പിടിച്ച് കയറും. ഇനിഷ്യലി എല്ലാം നമ്മൾ കെട്ടിക്കൊടുക്കണം. വൺസ് ഈ കെട്ട് അഴിച്ചാലും നല്ല ഗ്രിപ്പിൽ തന്നെ PVC പൈപ്പിൽ പിടിച്ച് കയറാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സംഗതികളുള്ളത്. ഓരോ ഇത് കയറി പോകുമ്പോഴും നമ്മൾ പിടിച്ച് ഇതുപോലെ കെട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ ഇത് വെയിറ്റ് കൂടി പൊട്ടിപ്പോകാനെല്ലാം ചാൻസ് ഉണ്ട്. ഇവിടെ 1-2 തൈകൾ അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ കെയർ കൊടുത്താൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് പെപ്പർ. ഇത് അതുപോലെ പൊട്ടിപ്പോയൊരു പ്ലാന്റാണ്. വളരെ അടുപ്പിച്ച് കാലുകൾ നാട്ടുന്നത് നല്ലതല്ല. കാരണം ഫ്യൂച്ചറിൽ ഇതിലെല്ലാം വള്ളി കയറിയിട്ട് നമുക്കത് കുരുമുളക് പറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് മിനിമം നിങ്ങൾ 8 ഫീറ്റാണ് 2 കാലുകൾ തമ്മിൽ നമ്മൾ വെക്കേണ്ടത്. ഈ കവുങ്ങ് നമ്മളെ പ്ലാനിലായിരുന്നു. പിന്നെ പെട്ടെന്ന് സമ്മർ ആയതുകൊണ്ട് നമ്മൾ കവുങ്ങും കൂടെ പ്ലാൻ ചെയ്തതാണ്. ഇപ്പോൾ നല്ല രീതിയിൽ കവുങ്ങും കുരുമുളകും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ പരമാവധി ഒഴിഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കുന്നതാവും നല്ലത്. മറ്റ് മരത്തിൻ്റെ കൊമ്പുകളും മറ്റും ഒന്നും ഇതിലേക്ക് വീണ് പോവാത്ത രീതിയിലുള്ള
ഒഴിഞ്ഞ സ്ഥലത്താണ് നടത്തുന്നത് നല്ലത്. ഒഴിഞ്ഞ സ്ഥലം ഇല്ലാത്തവർ അതനുസരിച്ച് പരിപാലിച്ചാലും മതി. നമ്മളിവിടെ ചെയ്തത് ഒഴിഞ്ഞ സ്ഥലത്താണ്, അല്ലാതെ മറ്റ് പ്ലാന്റുകളൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ മറ്റ് വിവരങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എങ്ങനെ ചെയ്യാം എന്നൊക്കെ അറിയേണ്ടവർ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വേറെ ഇനി അനുബന്ധ വീഡിയോയിൽ ഇതിൻ്റെ ഗ്രോത്തുകളും മറ്റും ഞാൻ കാണിക്കാം. ഒരു തരിശുഭൂമിയായിട്ടുള്ള സ്ഥലത്താണിത് ചെയ്തത്. മുന്നേ തരിശുഭൂമിയായിരുന്നു. ആ ഒരു സ്ഥലം നമ്മൾ ഈ ഒരു ലെവലിലേക്ക് മാറ്റിയെടുത്തതാണ്. മുന്നേ ഉള്ള സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ഞാൻ കാണിക്കാം. ഈ ഒരു അവസ്ഥയിലുള്ള ഭൂമിയായിരുന്നു അത്. ഒഴിഞ്ഞു കിടക്കുന്നൊരു ഭൂമിയായിരുന്നു. അതിനെയാണ് നമ്മൾ ഈ കൊലത്തിൽ മാറ്റിയെടുത്തത്. എൻ്റെ ഫാദർ ഒറ്റ ആളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഇതിനെ മാറ്റിയെടുത്തത്. പിന്നെ പെപ്പർ തന്ന അവരെ ചെറിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അവരെ ഗൈഡൻസ് എല്ലാം ഉണ്ടായിരുന്നു. അവർ ഗൈഡ് ചെയ്തതിനനുസരിച്ചാണ് നമ്മളത് ചെയ്തേക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ ഇതിൻ്റെ കുറേ കൂടി ഗ്രോത്ത് ആയതിന് ശേഷമുള്ള വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് ഇനിയുള്ളൊരു ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും നീളം ആക്സസ് ചെയ്യാനുള്ള ഒരു ലാഡർ വേണം. അത് ഓൾറെഡി നമ്മളൊരു ലാഡർ വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിയ ലാഡർ ആണെങ്കിൽ ഒരു 30 kg വെയിറ്റ് ഉണ്ട്. സോ അത് ഈ ഒരു സ്ഥലത്തിലൂടെ ആക്സസ് ചെയ്ത് കൊണ്ടു നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വെല്ലുവിളി. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഈ പൈപ്പിൻ്റെ മുകളിൽ കാണുന്ന ക്രോസ് ആയിട്ട് വെച്ചത് നോർമലി ഒരു PVC GI കമ്പികളാണ് വെക്കാറുള്ളത്. ഇത് ഫൈബർ ഗ്ലാസിൻ്റെ ഒരു മെറ്റീരിയലാണ്. സോ റെസ്റ്റോ ഒന്നും ഇതിലേക്ക് വരില്ല. അതുകൊണ്ടാണ് ഫൈബർ ഗ്ലാസ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പെപ്പർ ഈ ഒരു 4.5 മീറ്റർ കയറിയിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു സെറ്റപ്പാണിത്. അപ്പം നമ്മൾ മുകളിൽ കയറാത്തത് കൊണ്ടാണ് അത് കാണാത്തത് ഇതിൽ. അല്ലെങ്കിൽ ഇത് ഇത്രയും 4.5 മീറ്റർ കയറിയിട്ട് ആ ഫൈബർ ഗ്ലാസ്സിൽ പിടിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരും. അതാണ് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. അത്രയും മീറ്ററേ ഇത് വളരുള്ളൂ. ബാക്കി താഴേക്ക് ഇറങ്ങി വരാറാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ വീഡിയോ. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.